മുഖ്യമന്ത്രി എന്ന നിലയിൽ അയാൾ ചെയ്തിരിക്കുന്ന സർവമാന ചെറ്റത്തരങ്ങൾക്കും ഇവരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പരോക്ഷമായി എന്നല്ല പരസ്യമായി അത് ശരിയാണെന്ന് സമർത്ഥിക്കുകയാണ് ചെയ്തത്. അത് ശരിയാണ് സമർത്ഥിച്ചു. അതുവഴി കമ്മിറ്റിക്കകത്ത് ഇയാൾക്കെതിരെ ഉയർന്നു വരേണ്ടിയിട്ടുള്ള വളരെ ഗൗരവതരമായിരിക്കുന്ന വിമർശനങ്ങൾ എന്തായി തീർന്നു? അസ്തമിച്ചു. അതിനർത്ഥം ആ പാർട്ടി ഒരു കാരണവശാലും ആ കമ്മിറ്റിക്ക് തിരുത്തൽ പ്രക്രിയ നടത്താനുള്ള സാധ്യതകൾ എന്നേക്കുമായി അടച്ചു എന്നതാണ് അതിൻ്റെ ഒരു പ്രാഥമികമായ പാഠം. നമസ്കാരം. ലോക്സഭാ ഇലക്ഷനിലെ ദയനീയമായ പരാജയത്തിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ വൻ തകർച്ചയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമിതി ചേരുകയുണ്ടായി. സീതാറാം യെച്ചൂരിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ചർച്ചകളെല്ലാം നടന്നത്. ഈ ചർച്ചകളിൽ വളരെ വ്യക്തമായി പിണറായിക്കെതിരെയും ഇ.പി. ജയരാജനെതിരെയും മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും ഒക്കെ വലിയ രൂക്ഷമായ വിമർശനമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. അവസാനം എം.വി. ഗോവിന്ദൻ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തെക്കുറിച്ച് ഷാജി പാണ്ഡ്യാല പറയുന്നത് കേൾക്കേണ്ടത് തന്നെയാണ്. എത്ര പഠിച്ചാലും നന്നാവുകയില്ല, ഞങ്ങളിങ്ങനെ പോവുള്ളൂ. ഈ പാർട്ടിയുടെ ചരമഗീതമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത്. പാർട്ടി നശിച്ചുകൊണ്ടിരുന്നാലും വേണ്ടില്ല, എങ്ങനെയും വേണ്ടില്ല, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ണാങ്കട്ടയുമില്ല. അദ്ദേഹത്തിന് സമ്പാദിക്കാനുള്ളത് സമ്പാദിച്ചു, കോടാനുകോടി വിദേശത്തുണ്ട്. ഇനി പാർട്ടി നശിച്ചാൽ എന്താ, നശിച്ചില്ലെങ്കിൽ എന്താ? പിണറായി വിജയനെ പിടിച്ച് പുറത്താക്കി, ചവിട്ടി പുറത്താക്കി. ആ പാർട്ടിയെ രക്ഷിച്ചില്ലെങ്കിൽ ആ പാർട്ടി ഇനി ഉണ്ടാവില്ല എന്ന് നേരത്തെ മുമ്പ് ഒരു വീഡിയോയിൽ ഷാജി പാണ്ഡ്യാല പറയുകയുണ്ടായി. ഇപ്പോഴിത് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയെ സാഗൂതം വീക്ഷിക്കുന്ന, അവരുടെ ഓരോ ചലനങ്ങളും പഠിക്കുന്ന ഷാജി പാണ്ഡ്യാല പറയുന്നത് കേട്ടു നോക്കൂ. അതായത് സീതാറാം യെച്ചൂരിയെ ബന്ദിയാക്കി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരമഗീതമാണ് നമ്മുടെ എം.വി. ഗോവിന്ദൻ പ്രഖ്യാപിച്ചത് പത്രസമ്മേളനത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പാർട്ടി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, അത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനെ ചവിട്ടി പുറത്താക്കാൻ കഴിയാത്തിടത്തോളം കാലം ആ പാർട്ടി നന്നാവില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്നലത്തെ എം.വി. ഗോവിന്ദൻ്റെ പത്രസമ്മേളനം. അതോടൊപ്പം കേളു എന്ന് പറയുന്ന എം.എൽ.എക്ക് ദേവസ്വം ബോർഡ് ഒഴിവാക്കിക്കൊണ്ട് മറ്റു വകുപ്പുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇന്നലെ കൊടുത്ത വകുപ്പ്, അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ വകുപ്പ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന ആ വകുപ്പുകളെല്ലാം മാറ്റി ഒരു വകുപ്പ് മാത്രം കൊടുത്ത് ഒരു മെലിഞ്ഞ സംഭവത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് കേള് ഭരിച്ചാൽ എന്താ സംഭവിക്കാൻ പോണത്? അതായത് കട്ടുമടിക്കാൻ തട്ടിയെടുക്കാനും പറ്റുന്ന വകുപ്പുകളൊക്കെ വാസവന് കൊടുത്ത്, തൻ്റെ പ്രിയപ്പെട്ട വാസവന് കൊടുത്ത് എല്ലാ തെമ്മാടിത്തരങ്ങളും കാണിക്കാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ്. എന്നാൽ കേളുവിന് കൊടുക്കേണ്ടത് പൂർണ്ണമായി കൊടുക്കേണ്ട കെ രാധാകൃഷ്ണൻ കൈവശം വെച്ചിരുന്ന എല്ലാ വകുപ്പുകളുമാണ് കൊടുക്കേണ്ടിയിരുന്നത്. എന്തൊരു നാണക്കേടാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം ഇന്നലെ ക്രൈമിനോട് ഫോണിലൂടെ സംസാരിച്ച കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് കേൾക്കാം. മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വളരെ ലളിതമായ ഒരു പ്രയോഗമുണ്ട്, അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്. ആ രീതി എന്താണെന്ന് പറഞ്ഞാൽ, ദേശീയ രാഷ്ട്രീയത്തിൽ BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനാണ് സാധ്യമാവുക എന്ന ഒരു പൊതുബോധത്തിൽ നിന്നാണ് ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അല്ലാതെ ഞങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, അല്ലെങ്കിൽ ഇടതുമുന്നണിയോടുള്ള പ്രതിഷേധം കൊണ്ടല്ല എന്ന്. ഇതാണ് വാസ്തവത്തിൽ ഗോവിന്ദനും പറഞ്ഞത്. അപ്പൊ ഗോവിന്ദൻ ഈ സാധനം അത് ആവർത്തിക്കുക വഴി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, മുഖ്യമന്ത്രി എന്ന നിലയിൽ അയാൾ ചെയ്തിരിക്കുന്ന സർവമാന ചെറ്റത്തരങ്ങൾക്കും ഇവരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പരോക്ഷമായി എന്നല്ല പരസ്യമായി അത് ശരിയാണെന്ന് സമർത്ഥിക്കുകയാണ് ചെയ്തത്. അത് ശരിയാണ് സമർത്ഥിച്ചു. അതുവഴി കമ്മിറ്റിക്കകത്ത് ഇയാൾക്കെതിരെ ഉയർന്നു വരേണ്ടിയിട്ടുള്ള വളരെ ഗൗരവതരമായിരിക്കുന്ന വിമർശനങ്ങൾ എന്തായി തീർന്നു? അസ്തമിച്ചു. അതിനർത്ഥം ആ പാർട്ടി ഒരു കാരണവശാലും ആ കമ്മിറ്റിക്ക് തിരുത്തൽ പ്രക്രിയ നടത്താനുള്ള സാധ്യതകൾ എന്നേക്കുമായി അടച്ചു എന്നതാണ് അതിൻ്റെ ഒരു പ്രാഥമികമായ പാഠം. ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഇത്തരമൊരു വിശകലനം നടത്തിയാൽ സംഭവിക്കുന്നത് എന്താണ്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇത്തരമൊരു വിശകലനം നടത്തിയാൽ സംഭവിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ്, ആ പാർട്ടിക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടുക സാധ്യമല്ലാതെ തന്നെയാണ്. അതിന് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയെ വരെ ബന്ദിയാക്കി വെച്ചു എന്നതാണ് അതായത് ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാടിയാണ്. നോക്കൂ, നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു 3 തവണയായി തുടർച്ചയായി ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുമ്പോൾ ആ യോഗത്തിനകത്ത് കൃത്യമായി പങ്കെടുക്കേണ്ടിയിരിക്കുന്ന CPM-നെ പ്രതിനിധിച്ച് പങ്കെടുക്കേണ്ടിയിരിക്കുന്ന സീതാറാം യെച്ചൂരിയെ ആ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഇയാൾ കാണിച്ചിരിക്കുന്ന ജാഗ്രതയുണ്ട്.
ആ ജാഗ്രത ഓരോന്നും എന്തിന്റെ ഭാഗമായിരുന്നു? വളരെ കൃത്യമായി അഖിലേന്ത്യാ തലത്തിൽ BJP മുന്നണിയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള പ്രതിരോധ മാർഗമായിരുന്നു അത്. ഈ പ്രതിരോധ മാർഗം വളരെ സമർത്ഥമായി ഇവിടെ വിജയിക്കുകയും ചെയ്തു. ആ വിജയിച്ചു. ഇവിടെ 19 സീറ്റിലും കൂടെ പരാജിതരായിട്ട് പോലും അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്തതെന്നറിയോ? ഈ കമ്മിറ്റിക്കകത്ത് അയാൾ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് അയാൾ സമർത്ഥിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്? പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പാർട്ടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയ MV ഗോവിന്ദൻ എന്ത് ചെയ്യുക? ഇതാണ് അതിൽ ഏറ്റവും പരമപ്രധാനപ്പെട്ട വിഷയം എന്ന് സമർത്ഥിക്കുകയും ചെയ്യുക. ഇതുവഴി കേരളത്തിലെമ്പാടുമുള്ള പാർട്ടി സഖാക്കൾ എന്താണ് വാസ്തവത്തിൽ ഇനി ആലോചിക്കേണ്ടത്? ഇതാണ് രണ്ടാമത്തെ വിഷയം. അവർക്ക് ആലോചിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. പിരിഞ്ഞു പോയിട്ട് ആളുകൾ മരിച്ചാൽ പറയല്ലോ 3 ദിവസം, ഈ നമ്മുടെ മലബാർ ഭാഷയിൽ PMR ആയിട്ടുള്ള ആളുകൾ മരിച്ചാൽ പറയും 3 ദിവസം കഴിഞ്ഞിട്ട് പോണ്ട കൂട്ടർക്ക് അല്ല ഇപ്പോൾ പോണ്ട കൂട്ടർക്ക് പോവാം, അല്ലാതെ കൂട്ടർ 3 ദിവസം കഴിഞ്ഞിട്ട് പോവാം. അതെന്താ വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോ? ഇതുപോലെ ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ പാർട്ടിയെ ഇയാൾ നശിപ്പിച്ചു എന്നാണ്. ഇത്ര ഭീകരമായൊരു പതനം ഉണ്ടായിട്ട് പോലും കമ്മിറ്റിക്കകത്ത് ഒരു സംഭവം നിരീക്ഷിക്കാനും വിമർശിക്കാനും പരിശോധിക്കാനും കഴിയുന്നത് എത്ര നിസ്സഹായമാണ് സാർ അത്. എത്ര നിസ്സഹായമായി നിൽക്കുമ്പോൾ ഇതിനകത്ത് പങ്കെടുക്കുന്നത് ഇപ്പോഴത്തെ പാർട്ടി മെമ്പർമാർ ഒഴിവാക്ക്, അവരെ വിട്ടുകളാം. അതല്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലാഭം കിട്ടുമെന്ന തോതിൽ മാത്രം വന്നിരിക്കുന്ന ആൾക്കാർ മാത്രമാണ്, അല്ലാതെ വേറൊരു കാര്യമല്ല ഇതിനകത്ത് കയറിക്കൂടി ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനകത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. വലിയ മോഹങ്ങളൊന്നും ഇല്ലാതെ വന്നിരിക്കുന്ന ഒരുപാട് പാർട്ടി സഖാക്കളുടെ സാധനമാണത്. അവരെ മുഴുവൻ തന്നെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുക. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ചെയ്തേക്കുന്ന പണി എന്താ? പിന്നീട് ഒരു കൺക്ലൂഷൻ പോയിന്റിന്റെ അകത്ത് വന്നെന്നാണ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നാണ്. അതിനർത്ഥം എന്താണ്? തെറ്റ് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ്. 5 ദിവസമായി ചർച്ച നടത്തിയിട്ട് ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ തെറ്റ് ജനങ്ങളോടല്ലാതെ ആരോടാണ് സാർ പറയുക? ഇത് ആരോടാണ് പറയുക? തെറ്റ് ജനങ്ങളോടല്ലേ പറയുന്നത്. ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പാളിച്ച പറ്റിയിട്ടുണ്ട്. അത് പറയുന്നതിന് എന്താണ് കുഴപ്പം? എന്താണ് ഇത്? സർവ്വതും ഗൂഢവാദമാക്കി വെക്കുകയും താൻ ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ മുഴുവൻ തന്നെ ശരിയാണെന്ന് സമർത്ഥിക്കുകയും ചെയ്യുക. ഇപ്പൊ നിങ്ങൾ അതിനകത്ത് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നിട്ട് ദേവസ്വത്തിന്റെ വകുപ്പിനകത്തേക്ക് ഈ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത വകുപ്പിനകത്തേക്ക് OR കേളുവിനെ എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ പറയുക? അയാൾ ദേവസ്വം വകുപ്പ് അങ്ങ് എടുത്തു മാറ്റുകയാണ് ചെയ്തത്. ഇത് എടുത്തു മാറ്റമുണ്ടാകുന്ന പ്രശ്നം എന്താണ്? ശരിക്ക് ഇത് വളരെ കൃത്യമായി ഞാൻ മുമ്പേ ഒരു തവണ നിങ്ങളുടെ ചാനൽ തന്നെ പറഞ്ഞതാണ്. ഞാൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന ഗൂഢാലോചനയുണ്ട്. അതിലൊരു സവർണനെ കൊണ്ടുപോയി ഇരുത്താൻ ഇയാൾ ആലോചിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വേറെ സുപ്രീം കോടതിയുമായി ബന്ധമുള്ള ഒരാൾ ഇരുത്താനുണ്ട്. അതല്ലെങ്കിൽ മലബാർ എന്നുള്ള ഒരാൾ ഇരുത്താൻ ആലോചിക്കുന്നതാണ്. പക്ഷേ ആ സംഗതി അയാളത് പൊളിഞ്ഞു പോയത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഈ 19 സീറ്റിലും ദാരുണമായി പരാജയപ്പെട്ടുകൊണ്ടുണ്ടായിരിക്കുന്ന തിരിച്ചടിയിൽ നിന്ന് ഒഴിവാകാനും കൂടിയാണ് വാസ്തവത്തിൽ ഈ OR കേളു എന്ന് പറഞ്ഞ ആളെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. അയാൾ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന വകുപ്പ് എന്താ? ഈ OR കേളു എന്ന് പറഞ്ഞാൽ ഈ ദേവസ്വം ഭരിക്കാൻ അയാൾക്ക് അവകാശമില്ലേ? അത് ഇരുന്നാൽ എന്താ ദൈവങ്ങൾ വാങ്ങി ഓടിക്കളിയോ? ഇത് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് മാറ്റിയിട്ട് കൊടുത്തുതരാൻ ഇയാൾ ഏറ്റവും വിശ്വസ്തനായിരിക്കുന്ന ഒരാൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കോട്ടയത്ത് ഭീകരമാവിധം പരാജയപ്പെട്ടിട്ടുള്ള ഒരാൾ, അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു എന്നാണ് വിഷ്വൽ മീഡിയയിൽ വന്നിരിക്കുന്ന വാർത്തകൾ വരുന്നത്. ഇതെല്ലാം ശരിക്കും അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതിരിക്കുകയും താൻ നിശ്ചയിച്ചിരിക്കുന്ന അജണ്ടകൾ എത്ര ഭംഗിയായി ഇതിനകത്ത് ഇമ്പോസ് ചെയ്യാനുള്ള എന്റെ ശക്തിയും എന്റെ അധികാരവും ഇപ്പോഴും ഒരുത്തരും ചോദ്യം ചെയ്തിട്ടില്ല എന്നും ഒരുത്തരും ചോദ്യം ചെയ്യാൻ ആരുടെ മുമ്പിലിരുന്നാൽ പോലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ധിക്കാരമാണ് വാസ്തവത്തിൽ ഈ 5 ദിവസം നടന്നിരിക്കുന്ന കമ്മിറ്റിയുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഞാൻ കഴിഞ്ഞ 2 തവണയും ഞാൻ പറഞ്ഞതാണ്, ആ പാർട്ടിയുടെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുന്നതിന് പാർട്ടി സെൻട്രൽ ലീഡർഷിപ്പ് മൗനാനുവാദം നൽകിയിരിക്കുന്നു എന്നതാണ് ശരിക്കും ഇതിന്റെ ഒരു ബാക്കിപത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റല്ലാതെ അതിൽ നിന്ന് ഒരു വസ്തു പ്രതീക്ഷിക്കാനില്ല. ഇത് വേണമെങ്കിൽ എന്താ പറയുക, മേമ്പൊടിക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, പിട്ടർ തേങ്ങയുടെ പോലെ പറയുന്നുണ്ട് BJPയുടെ വളർച്ച. ആരാണ് ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വളർച്ച? ഇവരുടെ പുതിയ അനുഭവമാണ് ഇവർക്ക്. ആണോ ഇത്? 1967 UPയിലെ പഞ്ചാബിൽ മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ ആ മന്ത്രിസഭയ്ക്ക് പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലാത്ത സ്ഥലത്ത്, MLA മാർ ഇല്ലാതിരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നിയമസഭയെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന അംഗബലമില്ലാതിരുന്ന സ്ഥലത്ത് മന്ത്രിസഭയിൽ അംഗമാവാൻ പാടില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബിലെ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ കൃത്യമായി പൊളിച്ച ആളായിരുന്നു ഇതിന്റെ പഴയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർഷൻ സിംഗ് സുർജിത്ത്. അദ്ദേഹം ചെയ്തെന്താണെന്ന് അറിയൂ? അദ്ദേഹം അന്ന് കൽക്കട്ടയിലാണ് പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടർ. ഈ കൽക്കട്ടയിൽ നിന്ന് അയാൾ അവിടുന്ന് മടങ്ങി വരികയും അങ്ങനെ പഞ്ചാബ് കേന്ദ്രീകരിച്ച് അയാൾ പ്രവർത്തനം തുടങ്ങുകയും അങ്ങനെ പഞ്ചാബിൽ
ഈ കേരളത്തിലുണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കിയത്, ഒരു ലൈസൺ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ ചെയർമാനായി അവിടെ ഭരണം നടത്തിയത് ഇതേ സുർജിത്തായിരുന്നു. ഏത് കാലം മുതൽ ഇവർ BJP-യുമായിട്ട് ബന്ധമുണ്ട് ഇവർക്ക്? ആരുടെ പബ്ലിക്കിനെ പറ്റിക്കാൻ പറയുന്ന സംഭവമല്ല ഇതല്ലോ. ബീഹാറിൽ ഇവർ പിന്നെ മുന്നണിയുടെ ഭാഗമായി നിന്നിട്ടില്ലേ? UP-യിൽ ഇവർ മുന്നണിയുടെ ഭാഗമായി നിന്നിട്ടില്ലേ? എവിടെയാണ് ഇവർ ഭാഗമാവാതിരുന്നിട്ടുള്ളത്? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇത് ഇവർ തമ്മിലുണ്ടായിരിക്കുന്ന വളരെ ദുരൂഹമായ ബന്ധത്തെ കേരളത്തിലെ വോട്ട് ബാങ്കിന്റെ വിഷയം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ മാത്രം ലാക്കാക്കിയിട്ട് മതന്യൂനപക്ഷത്തെ തങ്ങളുടെ കൂടെ നിർത്തിയിട്ട് അവരെ പറ്റിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു തിരഞ്ഞെടുപ്പും കൂടിയായി രണ്ടാം ഘട്ടത്തിൽ നടക്കുന്ന പരാജയത്തിന് ഇവർ പഠിച്ചിരിക്കുന്ന പാഠം അതാണ്. അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ വഷളായിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് ഇത് പോയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പിന്നെ നന്ദകുമാർ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു പുതിയ പാഠമൊന്നും അവർ പഠിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഹലോ, ഇവരെ പാഠം പഠിച്ചില്ല, ഇപ്പോഴും അത് തന്നെ പിണറായി വിജയന്റെ കാൽച്ചോട്ടിൽ കിടന്ന് കളിക്കുകയാണ് ഗോവിന്ദൻ. അപ്പൊ ഈ സന്ദർഭത്തിൽ ഈ പാർട്ടി എന്തായി തീരും തോന്നുന്നു? അല്ല, പാർട്ടി ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നതാണ്. പാർട്ടിയിലുള്ള ആളുകൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വന്നിരിക്കുന്ന ബന്ധുക്കളായിരിക്കുന്ന ആൾക്കാരുണ്ടോ, അവരോട് പറയും പിന്നെ ഇന്ന് പോകേണ്ടവർക്ക് ഇന്ന് പോവാം, 3 ദിവസം കഴിഞ്ഞ് പോകേണ്ടവർക്ക് 3 ദിവസം കഴിഞ്ഞ് പോവാം. ഇതാ സംഭവിക്കാൻ പോകുന്നത്. ആളുകൾ പിരിഞ്ഞു പോകും. ഇനി ഇവർക്ക് ഇതിനകത്ത് ഒരു തിരുത്തൽ വരുന്നത്. കാരണം നിങ്ങളറിയാം, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ നോക്കുകുത്തിയാക്കി ഇരുത്തിയിട്ടാണല്ലോ ഇത്ര ദാരുണമായൊരു പരാജയം ഉണ്ടാക്കിയിട്ട് പോലും ഇതിനകത്തൊരു കറക്റ്റ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് പോലും നടത്തിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? വെറുതെ അല്ലല്ലോ CPI അങ്ങേ പറഞ്ഞല്ലോ ഈ മുന്നണി പൊളിക്കണം. യഥാർത്ഥത്തിൽ ചെയ്യേണ്ട സംഭവം എന്നറിയോ? യഥാർത്ഥത്തിൽ CPI അവരുടെ രാഷ്ട്രീയ നിലപാടിൽ ഗൗരവമായിരിക്കുന്ന പുനഃപരിശോധന നടത്തണം. വളരെ ഗൗരവമായി CPI പുനഃപരിശോധന നടത്തണം. ഈ ഗൗരവതരമായി പുനഃപരിശോധന നടത്തിയാൽ മാത്രമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് ദിശാബോധം നൽകാൻ ആകെ ബാക്കിയുള്ള ഒരു കഷ്ടം എന്ന് പറയുന്നത് CPIയുടെ പഴയ കാലത്ത് ഉയർത്തപ്പെട്ടിരിക്കുന്ന പൊളിറ്റിക്സ് മാത്രമാണ്. CPM അങ്ങനെ പണ്ട് ഒരു പൊളിറ്റിക്സ് ഇല്ലാതെ ഇതിന്റെ വിഷയമല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അതുകൊണ്ട് ഞാൻ പറയാൻ വെക്കുന്നത് അങ്ങനെ ഒരു ദിശാബോധമില്ലാത്തൊരു പാർട്ടിയെ ഇടതുപക്ഷത്തിന് വലിയ കക്ഷികളായി കൊണ്ടുവരുന്നതിന് പകരം അത്തരം ഒരു ദിശാബോധത്തെ നിർണായകമായിരിക്കുന്ന പങ്ക് വഹിച്ചിട്ടുള്ള CPI അതിന്റെ രാഷ്ട്രീയ നിലപാടിൽ ഗൗരവതരമായിരിക്കുന്ന ഘടനാപരമായ മാറ്റം വരുത്തുകയും അതിന്റെ തിയററ്റിക്കൽ സെൻസിൽ മാറ്റം വരുത്തിയിട്ട് ഒരു പുതിയ മുന്നണി സംവിധാനത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ മാത്രമേ കേരളത്തിനകത്ത് ഇനി ഇടതുപക്ഷത്തിന് നിലനിൽപ്പിനുള്ള വിദൂര സാധ്യത ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ വിദൂര സാധ്യത എന്ന് മാത്രമേ പറയുള്ളൂ, മറ്റല്ലാതെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇയാൾ അത് ഞാൻ മുന്നേ ഒരു ഇങ്ങോട്ട് ഇയാൾക്ക് എന്താണ് ഈ പാർട്ടി നയിച്ചു പോയ അയാൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരു വസ്തു ഇയാൾ സംഭവിക്കില്ല. ഇയാൾ എന്ത് ചെയ്യുന്ന ഇതെല്ലാം നശിപ്പിച്ചിട്ടും ഇയാൾ സ്വയമാവി ഇനി ബാക്കിയുള്ള നിങ്ങളായിക്കോളി, നിങ്ങൾ നോക്കുന്നവർ ഇയാൾ സ്ഥലം വിടും. കാരണം പബ്ലിക്കിനോട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത, പബ്ലിക്കിനെ ഇത്രയേറെ വെറുക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ പിന്നെ ഇപ്പോഴും അതിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായി തുടരുന്നതെന്ന് ശരിക്കും ആ പാർട്ടിക്ക് അകത്തുള്ളവരാണ് ആലോചിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇയാളെ താങ്ങിയിരിക്കുന്ന ഓരോ ആളുകളും, ഞാൻ ഇന്നലെ പറഞ്ഞ സംഭവമാണ്, ഓരോ ആളുകളോടും ആലോചിക്കേണ്ടത് ഇയാൾ ഈ പാർട്ടി എവിടത്തേക്കായിരുന്നു നയിച്ചത്, എവിടത്തേക്കാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇത്രയേറെ കറപ്റ്റ് ആയിരിക്കുന്ന ഒരാൾ, ഇത്രയേറെ അഴിമതി ആരോപണത്തിന് വിധേയമായിരിക്കുന്ന ഒരാൾ ഈ കേരളത്തിലെയോ ഇന്ത്യയിലെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിസ്റ്ററിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഏറ്റവും വലിയ ആരോപണത്തിന് മറ്റു രീതിയിൽ പിന്നെ ഒരു 35 വർഷക്കാലം പറ്റുമെങ്കിൽ ജ്യോതി ബാസു ആരോപണത്തിന് വിധേയമായിട്ടെങ്കിലും അദ്ദേഹം ഇത്തരത്തിൽ ആരോപണത്തിന് വിധേയമായിട്ടോ? നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതിന് നിർവൻ ചക്രവർത്തി ഇറങ്ങിയിട്ട് പോകുന്ന സമയത്ത് ഒരു സൂട്ട്കേസ് മാത്രം എടുത്തിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്ന നിർവൻ ചക്രവർത്തി ഇല്ലേ നിൽക്കുന്നു. ഇങ്ങനെയുള്ള ടവറിംഗ് പേഴ്സണാലിറ്റീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നിൽക്കുമ്പോഴാണ് ഈ മഹാപാതകങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് നാട്ടുകാരെ മുഴുവൻ തന്നെ ഭീതിയുടെ ഭയത്തിന്റെയും മുൾമുനയിൽ നിർത്തി പറ്റിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തിട്ട് അയാൾ ഇപ്പോഴും എന്ത് ചെയ്യാണ്? പാർട്ടിക്ക് ജനങ്ങൾക്ക് എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിനെയും സംസ്ഥാന കമ്മിറ്റിയും നോക്കുകുത്തിയാക്കി ഇരുത്തി പരിഹരിക്കുകയും പുച്ഛിക്കുകയും ചെയ്തിട്ട് ഒരു പാർട്ടി സെക്രട്ടറി വന്ന് വാർത്താ സമ്മേളനം നടത്തുകയാണ്. എന്നിട്ട് അയാൾ നാണമില്ലാതെ ചോദിക്കുകയാണ് മുഖ്യമന്ത്രി എവിടെയാണ് മാറേണ്ടത്? ഒരു സെൻസുള്ള ഏതെങ്കിലും ഒരു പത്രക്കാരനുണ്ടായിരുന്നെങ്കിൽ അയാൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. ഇയാൾ ഈ പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കണം, അയാൾ മാറണമോ വേണ്ടിയോ എന്ന്. അതായത് അയാളോട് ചോദിച്ചാൽ അയാൾക്ക് കിട്ടുന്ന ഉത്തരവുണ്ട്. ആ ഉത്തരവാണ് നിങ്ങളുടെ പബ്ലിക്കിനോട് പറയേണ്ടവരാണ് പത്രക്കാരൻ അങ്ങനെ പറയണം. അത് പറയാനുള്ള ഒരു സംഭവം ഇതെന്താ? അയാളോട് ചോദ്യം ചോദിക്കാൻ പോലും പിന്നെ മടിക്കരുത്. ഈ ചോദ്യം എന്താ മുഖ്യമന്ത്രിയോട് ചോദിച്ചൂടെ? ഇവർക്ക് ചോദിച്ചൂടെ? ക്ലിഫ് ഹൗസിൽ പോയി ചോദിച്ചൂടെ? അത് ചോദിക്കാൻ പോലും പറ്റാത്ത ആളുകളെല്ലാം തന്നെ ഇയാളുടെ എന്താ പറയാ
പിന്നെ പിന്നെ കുഴലൂത്തുകാരായി മാറ്റിയതിൻ്റെ എല്ലാം സ്വാഭാവികമായിട്ട് ദുരന്തമാണ്. ഒന്നേ ഉള്ളൂ സംഭവം എന്താന്ന് പറഞ്ഞാൽ ആളുകൾ വളരെ വലിയ തോതിൽ പിന്നെ പ്രതിസന്ധിയെയും പിന്നെ ഇതെല്ലാം അതിജീവിച്ച് അല്ലെങ്കിൽ വലിയ കഷ്ടപ്പെട്ടും നടത്തിയിരിക്കുന്ന ഒരു മൂവ്മെന്റിനെ ഒരാൾ പിണറായി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, അതായത് ഞാൻ മുമ്പേ ഒരു തവണ ഒരു ചാനൽ ചർച്ചക്കകത്ത് ഞാൻ പറഞ്ഞതാണ്, ഈ പറയുന്ന ഗ്രാമത്തിന്റെ പേര് ഇയാളുടെ കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഇയാൾ നടത്തുന്ന അങ്ങേയറ്റം പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ പരിസമാപ്തിയും കൂടിയാണ് ഇന്ന് നടന്നിരിക്കുന്ന പിന്നെ പാർട്ടിയുടെ ഈ പറയുന്ന എന്താ പറയാ അതിന്റെ സെക്രട്ടേറിയറ്റ് സംസ്ഥാന പിന്നെ കമ്മിറ്റി യോഗത്തിൽ വെച്ച് അയാൾ മാറേണ്ടതില്ല, അയാൾക്ക് അങ്ങനെ മാറേണ്ട ഒരു വിഷയവുമില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കുന്ന ഗോവിന്ദൻ പറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം ഇതിനകത്ത് പാർട്ടി മെമ്പർമാരായിരിക്കുന്നവരോട് പോയിട്ട് പോടാ നീ പോയിട്ട് വേറെ ജോലി നോക്കുമെന്ന് പറഞ്ഞതിന് അത്രമാത്രം പരിഹസിക്കുകയാണ് അയാൾ ചെയ്തത്. ഇത്രയും അപമാനം സഹിച്ചിട്ട് ആ പാർട്ടിക്കകത്ത് തുടരേണ്ടതുണ്ടോ എന്ന് ഓരോ പാർട്ടി കേഡറും അവരവരോട് സ്വയം ചോദിക്കുക മാത്രമാണ് അതിനുള്ള ഏക പോം വഴി. മറ്റല്ലാതെ വേറെ ഒരു വഴിയും ഉണ്ടാവില്ല. മിസ്റ്റർ നന്ദകുമാർ, ഒരു വഴിയും ഉണ്ടാവില്ല, ഒരു രക്ഷയും കിട്ടില്ല.